എന്താ തൊഴിലാളി മക്കൾക്ക് പെൻഷൻ കൊടുക്കാൻ വിധിയില്ലേ? ഇവൻ മന്ത്രി ശമ്പളം എടുക്കില്ലേ? മന്ത്രി ശമ്പളം എടുക്കില്ലേ? അവൻ്റെ PA ശമ്പളം എടുക്കില്ലേ? ഇവനക്ക് എത്ര പഠിച്ചിട്ടുണ്ട്? ഇവനക്ക് 1 ലക്ഷം ചില്ലറ. അവൻ്റെ PA എടുക്കും 1 ലക്ഷം. എന്തായാലും വിജയം അതന്നെ പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു, ഇപ്പൊ ഇപ്രാവശ്യമെങ്കിലും നിങ്ങളെ വിജയിപ്പിക്കും. കാരണം വിജയിക്കാനുള്ള കാരണം കുറെ പടം വലിയ ഒരു കാര്യത്തിലും മുന്നേറുന്നില്ല ഭരണകക്ഷികള്. അത് കാരണം ആളുകൾ എങ്ങനെയുണ്ട്? സുരേഷ് ഗോപി നല്ല മനുഷ്യൻ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടാ. BJP ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് എന്താ പറയാ? അതൊന്നും നോക്കണ്ട, അതെല്ലാ പാർട്ടിയിലും രാഷ്ട്രീയത്തിലും എല്ലാത്തിലും ഉള്ളതാണ്. പിന്നെ അത് ഈ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതെന്തായാലും വിജയിക്കുന്ന ഉറപ്പ് തന്നെയാണ്. ടൈറ്റ് മത്സരമാവും. സുരേഷ് ഗോപി 100% വിജയിക്കുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിനെ പോലെ ഇത്ര ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളില്ല ഇവിടെ. എന്താ കാര്യം എന്ന് വെച്ചാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുള്ളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു സുനിൽകുമാറോ അല്ലെങ്കിൽ CPI രണ്ടാൾ പോയിട്ട് അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരവിടെ പോയി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒന്നും കാര്യങ്ങൾ നടക്കില്ല. വടക്കേ ഇന്ത്യയിൽ നിന്ന് 2% വോട്ട് കിട്ടിയിട്ട് BJP ഭരണത്തിൽ വരും. ആ ഭരണത്തിൽ വരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരാളോ രണ്ടാളോ ചെന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വികസന പ്രവർത്തനങ്ങളിൽ ജനസംതൃപ്തരാണ് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് മിക്കവാറും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 10 MP സ്ഥാനങ്ങളിൽ ഞങ്ങൾ കേരളത്തിൽ കിട്ടുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ BJPയുടെ ആളുകൾ വളരെയധികം ആഹ്ലാദമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാന്യനെ സുരേഷ് ഗോപി ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കുന്നതാണ്. ഞാനൊരു BJPയുടെ ഒരു 30-40 കൊല്ലമായിട്ടുള്ള BJPയുടെ ഒരു പ്രവർത്തകനാണ്. എനിക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസമുണ്ട് ഇപ്പോൾ BJP ഭരണത്തിൽ വരുന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് സുനിൽകുമാറല്ല, മുരളീധരൻ ആര് വന്നാലും മുരളീധരൻ അല്ലെങ്കിൽ ആര് വന്നാലും സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കുന്നുണ്ട്. സുരേഷ് ഗോപി ജയിക്കും. അതന്നെ നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സുരേഷ് ഗോപിയെ ജയിക്കാനുള്ള കാരണങ്ങളൊക്കെ പറയാനുള്ളത്? നല്ലൊരു വ്യക്തിയാണ്, അതന്നെ ഏറ്റവും നല്ല കാര്യം. നല്ലൊരു വ്യക്തിയായതോട് കാര്യമില്ല, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ അതന്നെയാണ് ഏറ്റവും വലുത്. പല ഒന്നുമില്ല, നല്ലൊരു വ്യക്തിക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. മറ്റേ എതിർ സ്ഥാനാർത്ഥിയായ സുനിലുണ്ട്, മുരളീധരനുണ്ട്, ഇതൊക്കെ വെച്ച് മത്സരിക്കട്ടെ, നല്ലൊരു രസം. സുരേഷ് ഗോപി ജയിക്കും. എന്തായാലും ഈ പ്രാവശ്യം തൃശ്ശൂർ എടുക്കും. ഉറപ്പായിട്ടും കൊടുക്കും. ചേട്ടാ പിന്നെ 100% ജയിക്കും. 100% സുരേഷ് ഗോപി ജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. സുരേഷ് ഗോപിയുടെ കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ ആൾക്കാർക്കും അറിയാമല്ലോ. മന്ത്രി MP എല്ലായിരുന്ന സമയത്തും ബാക്കി ഈ BJP വരുന്നതിന് മുന്നും എല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നതല്ലേ. അപ്പോൾ ആളൊരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം എല്ലാ നാട്ടുകാർക്കും അറിയാം. എല്ലാ നാട്ടുകാരും ആളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾ 100% ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സുരേഷ് ഗോപി 100% ജയിക്കും. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയധികം വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കിക്കൊണ്ട് സേവന പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയും ഈ നാട്ടിലില്ല. ഏത് രാഷ്ട്രീയ പ്രവർത്തനം എടുത്താലും പാർട്ടി ഫണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ള MP ഫണ്ടോ MLA ഫണ്ടോ എടുത്തിട്ടാണ് എന്തെങ്കിലും ചെയ്യുക. അത് കുറച്ചേ ചെയ്യുള്ളൂ, മുഴുവൻ ചെയ്യുന്നില്ല അവർ. പക്ഷേ സുരേഷ് ഗോപി അധ്വാനത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. പിന്നെ നമ്മൾക്കറിയാം സുനിൽകുമാറോ അല്ലെങ്കിൽ മുരളീധരനോ കേന്ദ്രത്തിൽ പോയിട്ട് എന്ത് കാണിക്കാനാണ്? കാരണം കഴിഞ്ഞ 5 കൊല്ലം പ്രതാപൻ എന്ത് ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി സുരേഷ് ഗോപി പോയി കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം ഒരു മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്. കാരണം അതിനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ സാംസ്കാരിക തലസ്ഥാനമായി മാറും. അതിലൊരു മാറ്റമില്ല. കാരണം എല്ലാ രീതിയിലും മുമ്പിലേക്ക് വരും. അതിലൊരു മാറ്റമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. പറയണ്ട സുരേഷ് ഗോപി 100%, 100% ജയിക്കും. അതുകൊണ്ട് ആ പ്രതാപം പോയി. ഇപ്പോൾ ഇവൻ വന്നിട്ടുണ്ട്. യവൻ വന്നാലും ഇനി കഴിഞ്ഞ പ്രാവശ്യമേ 2 ലക്ഷത്തിൽ ചില്ലറ വോട്ടിലെയാം വന്നത്. കുറച്ച് ഭൂരിപക്ഷത്തിലെയാം പ്രതാപം ജയിച്ചു. ഇപ്രാവശ്യം ഭൂരിപക്ഷം ജയിക്കും. ഞങ്ങൾ அதுக்கு உத்தரவாദിத்தம் உண்டு. ഈ
കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്ന പണിക്ക് ഇത് ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള എന്താ തൊഴിലാളി മക്കൾക്ക് പെൻഷൻ കൊടുക്കാൻ വിധിയില്ല. ഇവൻ മന്ത്രി ശമ്പളം എടുക്കില്ല, മന്ത്രി ശമ്പളം എടുക്കില്ല, അവൻ്റെ PA ശമ്പളം എടുക്കില്ലേ? ഇവനക്ക് എത്ര പഠിച്ചിട്ടുണ്ട്? ഇവനക്ക് 1 ലക്ഷം ചില്ലറ, അവൻ്റെ PA എടുക്കും 1 ലക്ഷം. ഇതെല്ലാം ഈ പാവപ്പെട്ട 1600 രൂപ പെൻഷൻകാരങ്ങൾ പെൻഷൻ കൊടുക്കാൻ അവനക്ക് 6 മാസം കൊണ്ട് കഴിയില്ല. അവനക്ക് അടിച്ച് തൂത്തു. അവനക്ക് നല്ല ആൺകുട്ടിയായിരുന്ന രാജിവെച്ചിട്ട് നിന്ന് ഭരണം ഇലക്ഷൻ നടത്തി ഭരണം നടത്താൻ പറ. ആണാ പറയാ എന്നെ എവിടെ വേണം കൊലിക്ക എങ്ങനെ വേണം ഫോട്ടോ എടുത്തോ. നമ്മ കഴിഞ്ഞ 10 വർഷമായിട്ട് കാണുന്നതാണ് കാര്യങ്ങൾ പോക്ക്, ഇന്ത്യയുടെ പോക്ക്. അപ്പോൾ ബുദ്ധിയും ബോധവും ഇൻഫേസിൽ പോണ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് വേറൊരു കാര്യം, അത് പറയാനില്ല, എന്തായാലും ജയിക്കും. ഈ എന്തിനും ഇതിനെപ്പറ്റി ഇനി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആളുകൾക്കനുസരിച്ചിനല്ല, ഇൻഫേസിൽ പോണില്ലേ ബുദ്ധിയും ബോധം, അവർ വികലമായ ചിന്തകൾ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കും. ശരിക്ക് ഇത് ഇൻഫേസിൽ പോണ ആൾക്കാർ, ബുദ്ധിയും ബോധം ഇൻഫേസിൽ പോണ ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. കാരണം 10 വർഷമായിട്ട് കാണല്ലേ. എന്നോട് തന്നെ ചിലർ പറഞ്ഞ് മോദിയെ പോലുള്ള വർഗീയവാദിക്കാണ് വോട്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാൻ കാണുന്നില്ലേ മോദി വർഗീയവാദിനോ ഏത് വാദിയാണോ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ആൾക്കാർ പലതും പറയും, അതല്ല, അതെന്താ അവരെ ലോ ക്വാളിറ്റി മെന്റൽ മെസ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ, യാതൊരു സംശയമില്ല. അതിന് കാസ്റ്റ് റിലീജിയനൊന്നുമില്ല. ഓക്കെ, താങ്ക്സ്. സുരേഷ് ഗോപി എന്തായാലും 100% ജയിക്കും. 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എന്തായാലും ജയിക്കും. കാരണം വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ എല്ലാ ജനങ്ങളിലേക്കും, പാവപ്പെട്ട ജനങ്ങളിലേക്കും, ഇപ്പോൾ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു, നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ പാവപ്പെട്ട ആദിവാസി കോളനിയിൽ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും ഒരുപടി മുന്നിലാണ്. ഇപ്പോൾ കൊല്ലത്ത് മുകേഷ് നിൽക്കേണ്ട സിനിമ നടന്നു തന്നെയാണ്. ഒരു 10 രൂപ ഒരാൾക്ക് ജനങ്ങൾക്ക് കാശ് കൊടുക്കില്ല, ഒരു പ്രവർത്തനം നടത്തിയില്ല. കയ്യിൽ കാശിട്ട് അവർ അവനവൻ്റെ ഫണ്ടിൽ കാശുണ്ടാക്കാന്നല്ലാണ്ട് സുരേഷ് ഗോപിനെ പോലെ സേവന പ്രവർത്തനം ചെയ്യുന്ന ഒറ്റ മനുഷ്യന്മാരില്ലേ. വളരെ വ്യക്തിപരമായിട്ടും പേഴ്സണലായിട്ടും എന്തായാലും 1 ലക്ഷം വോട്ടിന് ജയിക്കാളു. നല്ലൊരു വ്യക്തിയാണ്, എല്ലാവരും വോട്ട് ചെയ്യും. പക്ഷെ എന്തായാലും നമുക്കറിയാവുന്ന അടുത്തറിയാവുന്ന എല്ലാ ആളുകളും പറയും ടൈറ്റ് മത്സരമാണ്. എന്തായാലും നല്ല ഏറ്റവും നല്ല ഉറ്റുനോക്കണ കേരളത്തിൽ ഉറ്റുനോക്കണ ഒരു ഇതാണ് തൃശ്ശൂർ. എന്തായാലും ടൈറ്റ് മത്സരമാണ്. എന്തായാലും സുരേഷ് ഗോപി 100% 1 ലക്ഷം വോട്ടിന് എന്തായാലും ജയിക്കാം, 100%. ആ ജനങ്ങൾക്ക് അത്രയ്ക്കധികം വികാരമുണ്ട്. കാരണം 7 മാസമായിട്ടുള്ള പെൻഷനില്ല. ഈ മാവേലിസ്റ്റോറിൽ യൂണിയൻ കാരണം ഞാൻ 4 മാസമായി ലോൺ ഇറങ്ങിയിട്ട് അതിന്റെ സബ്സിഡി ഒരു ലോഡും ഇല്ല. പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു ഒരു കാര്യമില്ല. കൃഷിമന്ത്രി പ്രതികരിച്ചിട്ടില്ല ഇത്ര നാളായിട്ടും. ഒരു സാധനങ്ങളും മാവേലി സ്റ്റോറിലൊന്നും വരുന്നില്ല, ഒരു സ്ഥലത്തും വരുന്നില്ല. സുനിൽകുമാർ കൃഷിമന്ത്രി ആയിട്ട് വരെ ഇപ്പോഴും കർഷകർക്ക് പൈസ കിട്ടാണ്ടിരുന്ന നെല്ലിന്റെ പൈസ ഒന്നും കിട്ടാത്തതുകൊണ്ടല്ല, ഇപ്പോഴും ഉണ്ട്. അവർ ഇലക്ഷൻ ടൈമിൽ മാത്രം വന്നപ്പോൾ ഒരു കാര്യമില്ല. ഞാൻ ഈ 2.5 വർഷക്കാലത്ത് എന്തായാലും പറഞ്ഞ വാക്ക് പാലിക്കല്ല. ആള് 2.5 വർഷക്കാലത്ത് കഴിഞ്ഞ തൃശ്ശൂരിന് പണിയെടുക്കണ. എന്നിട്ട് 1 കോടി രൂപ ശക്തൻ മാർക്കറ്റിന് വേണ്ടി ആള് ചെയ്തു. ബാക്കിയുള്ള ആള് ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചെയ്യാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജനങ്ങൾ, വിവരമുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട നേരം കഴിഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിയും ബോധമുണ്ടെങ്കിൽ പ്രാധാന്യം പാർട്ടിയുടെ പൈസ ഇല്ല. ആള് സ്വന്തം കാശെടുത്തിട്ടുണ്ട്. ആള് ചെലവില്ലേ, ആളിപ്പോ ഇലക്ഷൻ നിൽക്കുന്നത് ആള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റവരങ്ങനെയല്ല. ആള് പറഞ്ഞാലും തൃശ്ശൂർ വന്നപ്പോ കഴിഞ്ഞ 5 വർഷക്കാലം, ഇത് മുന്നത്തെ 5 വർഷക്കാലം മാറി മാറി ഭരിച്ചു. എന്നിട്ട് എന്തും നേട്ടമുണ്ടായി. നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണ്ട, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ മാറ്റി ചിന്തിക്കുകയും വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ആളത് പറഞ്ഞല്ല. ആൾക്കാർക്ക് വോട്ട് ചോദിക്കുന്ന പോലെയല്ല ആള് പറഞ്ഞിരിക്കുന്നത്. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് മാത്രം ചെയ്യാനാണ് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി ജനങ്ങൾ. നല്ല മനുഷ്യൻ തന്നെ, ഒരു തർക്കമില്ല. നാടിനും ജനങ്ങൾക്കും വേണ്ടി 100% ത്യാഗം ചെയ്ത് അയാൾ സ്വന്തം പോകരുത് കാര്യം കൊടുത്ത് ജനങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നാളെ ഞാൻ പറഞ്ഞില്ലേ, അതായത് കണ്ടപ്പോൾ അമ്മാവിൻ്റെ പെൻഷൻ, ആ പെൻഷൻ വരുന്ന എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കും, 100% ചെയ്യും. ആള് പറഞ്ഞ മോദി പറഞ്ഞ കാര്യം പറഞ്ഞാൽ സുരേഷ് ഗോപി ചെയ്തിരിക്കും, ചെയ്യും 100%.
ഇനിയിപ്പോ ഇവരൊക്കെ ജയിച്ചു പോയി അവിടെ എന്തെന്ന് പറയാനാ, എന്ത് പോയി സംസാരിക്കാനാ, എന്ത് പോയി സംസാരിക്കാനാ? അതന്നെ പറ്റുള്ളവർക്ക്, വേറെ ഒരു കാര്യമില്ല. ഓക്കെ ഏട്ടാ. ശരി.